ഉത്തരരാമായണം അധ്യായം 3 ഭാഗം 4. ലവണാസുര വധം. ആഹാരം തേടിപ്പോയി ലവണനെന്നതറിഞ്ഞാഹവത്തിന്നു ചെന്നു ഗോപുരദ്വാരി പൊക്കാൻ. മധ്യാഹ്നേ വന്നു മധുപുത്രനും അതുനേരം ശത്രുഘ്നൻ തന്നെ കൊണ്ടു നിന്നിതു ലവണനും. ശാപബാണങ്ങളോടും ശത്രുഘ്നൻ തന്നെ കണ്ടു സാപഹാസം ചൊല്ലിനാൻ മധുപുത്രനുമേവം. മുന്നവും എന്നെ കൊല്ലുവാൻ വന്നിതു പല നൃപർ, തന്നുടൽ തന്നു മമ നാഗലോകവും പുക്കാർ. ഇന്നു കിട്ടിയ മാംസം പോരാഞ്ഞുണ്ടുള്ളിൽ ഖേദം, നിന്നെയും തിന്നാൽ വിശപ്പെല്ലാമേ അടങ്ങിയിടും. ഇത്തരം കേട്ടു കോപം വർദ്ധിച്ചു നിൽക്കുന്നൊരു ശത്രുഘ്നൻ തന്നെ നോക്കിക്കൂടാതെ തേജസ്സോടും മധ്യാഹ്നമാർത്താണ്ഡൻ തൻ മണ്ഡലം എന്ന പോലെ സിദ്ധഗന്ധർവാദികൾ വിസ്മയപ്പെട്ടു നിന്നാർ. ശത്രുഘ്നനോട് മധുപുത്രന്മാരുര ചെയ്താൻ, യുദ്ധത്തിനായി കൊണ്ടു നീ വന്നുവെന്നാകിലിനി നിന്നാലുമത്ര ഭവാനരനാഴിക നേരം ചെന്നു ഞാൻ ആയുധവും ധരിച്ചു വന്നിടുവൻ. എന്നാൽ നിന്മതമെല്ലാം അടക്കിയിടുവനെന്നു ചൊന്നവൻ തന്നോടാശു ശത്രുഘ്നൻ അരുൾ ചെയ്താൻ. ദുഷ്ടരെ കണ്ണിൽ കണ്ടാലയക്കെന്നുള്ളതില്ല, നഷ്ടമാക്കാതെ അതു നൃപധർമ്മവുമല്ല. നില്ലൊരു വിനാഴിക നേരം നീ എന്നാൽ നിന്നെ സ്വർഗലോകത്തിനു തന്നെ യാത്രയാക്കിയിടാമല്ലോ. ശ്രുത്വാ ശത്രുഘ്നവാക്യം ക്രുദ്ധനാം നക്തഞ്ചരൻ അദ്രിപാഷാണവൃക്ഷവൃന്ദത്താൽ പ്രഹരിച്ചാൻ. അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാനവയെല്ലാം ശത്രുഘ്നൻ. പിന്നെ രഘുനായകദത്തമസ്ത്രം ഭക്തി കൈക്കൊണ്ടു ജപിച്ചയച്ചാനതു നേരം ഉത്തമാംഗവും മുറിച്ചിടിനാൻ ജിതശ്രമം. പൃഥ്വിയും പിളർന്നു പോയ അബ്ധിയിൽ മുഴുകി തൻ ഉത്തമ തൂണി തന്നിൽ പൊക്കിതു വിശിഖവും. യമുനാതീരസ്ഥന്മാരാകിയ മുനികളും അമിതാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. 4 വത്സരം കൊണ്ടു ശത്രുഘ്നൻ മധുവനമാലയങ്ങളാൽ പരിപൂർണമായി തീർത്താനല്ലോ. കോട്ടയും ഗോപുരങ്ങൾ മതിലും കിടങ്ങുകൾ ഗോഷ്ടങ്ങൾ ദേവാലയം ചതുർവർണാലയങ്ങൾ യമുനാതീരസ്ഥലേ മധുരാപുരി നൂനം അമരപുരിയിലേയും ഏറ്റമായി ശോഭിക്കുന്നു. തത്രൈവ ചിരകാലം വസിച്ചു ശത്രുഘ്നനും മിത്രവർഗത്തെ കാൺമാനായി കൊണ്ടു പുറപ്പെട്ടാൻ. സ്വൽപ്പസൈന്യനായി നിജതാപസജനത്തോടും ഉൽപ്പന്നാനന്ദം വാൽമീകിയാശ്രമം പൊക്കിയിടിനാൻ. സൽക്കാരം ചെയ്തു മുനി മുഖ്യനാം വാൽമീകിയും മുഖ്യഭോഗേന നിശിവസിച്ചു മുനിയുമായി. പ്രത്യുഷസ്ത്യുത്തായ മധ്യാഹ്നേ ചെന്നയോധ്യയിൽ ബദ്ധമോദേന പൊക്കാൻ രാമപാദാബ്ജങ്ങളിൽ. നത്വാ പൂർവജന്മാരെ വന്ദിച്ചാൻ ഭക്തിയോടെ ചിത്താനന്ദേന പുണർനീടിനാരവർകളും. മാതാക്കന്മാരെ വന്ദിച്ചാദരപൂർവമവൻ ഖേദവും കളഞ്ഞവരാശീർവാദവും ചെയ്താർ. മധുനന്ദനൻ തന്നെ വധിച്ച പ്രകാരവും മധുരാപുരം തത്ര സത്വരം തീർത്തവാറും രാമചന്ദ്രനെയും മറ്റുള്ളവരെയും കേൾപ്പിച്ചാമോദം പൂണ്ടു വസിച്ചിടിനാൻ ചില ദിനം. രാഘവൻ തിരുവടി അരുൾ ചെയ്താൻ പിന്നെ വൈകാതെ പോക വേണം മധുരാപുരിക്കു നീ.
എന്നതു കേട്ട നേരം ശത്രുഘ്നനുര ചെയ്താൻ, എന്നോടിത്തരമരുൾ ചെയ്യരുതിനേതും. നിന്തിരുവടി തന്നെ പിരിഞ്ഞാൽ പൊറുക്കയില്ലന്ധനാമടിയനു കാരുണ്യവാരിധേ. ഇത്തരം വാക്കുകേട്ടു രഘുവരൻ അരുൾ ചെയ്താൻ, എത്രയും ബാലൻ തന്നെ നീ എന്നു ധരിച്ചേൻ ഞാൻ. എത്രയും പ്രയാസം ചെയ്തുണ്ടാക്കി തീർത്ത രാജ്യം വ്യർത്ഥമാക്കരുതെന്നു നിന്നുള്ളിലുണ്ടാകണം. എന്നെയും മധ്യേ മധ്യേ വന്നു കണ്ടിടാമല്ലോ, പിന്നെയും ചെന്നും പോന്നുമിരിക്കാമറിക നീ. അർത്ഥവും പുരുഷാകാരത്തോടുകൂടി നിനക്കെത്രയുണ്ടപേക്ഷയെന്നാൽ അതുകൊണ്ടുപോക എന്നരുൾ ചെയ്തു പുണർനയച്ചാനനുജനെ ചെന്നുടൻ മധുരയിൽ വാണിതു ശത്രുഘ്നനും. ശംഭുക നിഗ്രഹം. അക്കാലമയോധ്യയിലില്ലമായൊരു വിപ്രൻ രക്ഷിച്ചു നിത്യം ഗൃഹസ്ഥാശ്രമം വഴിപോലെ. ഉത്തമമായ തൻ്റെ ഗൃഹിണിയോടും കൂടി വർത്തിക്കും കാലമവനെത്രയും ആസ്തയോടെ പുത്രനുമുണ്ടായവനയ്യാനാണ്ടുകാലം ചെന്നു മൃത്യുലോകവും പൂക്കാൻ എത്രയും കഷ്ടം. പുത്രൻ്റെ ശവശരീരത്തെയും എടുത്തുകൊണ്ടത്തൽ പൂണ്ടലറി വന്നാൻ അയോധ്യയിലവൻ. ഗോപുരദ്വാരത്തിങ്കലിരുന്നു രാജാവിനെ താപേന പറഞ്ഞേറ്റം ദുഃഖിച്ചു കരയുമ്പോൾ, നാരദ വസിഷ്ഠാദി മുനികളോടു രാമൻ നേരെ ചൊല്ലുവിനിതിൻ കാരണമെന്നു ചൊന്നാൻ. ശംഭുകനായ ശൂദ്രൻ തന്നെ തപസ്സുകൊണ്ടമ്മഹീദേവാത്മജൻ മരിച്ചാനെന്നു നൂനം. ചെന്നവൻ തന്നെ വധിച്ചാലുടൻ ജീവിച്ചിടും നിർണയം ദ്വിജാത്മജനെന്നവരരുൾ ചെയ്താർ. ബാലകനുടെ ശവം തൈലദ്രോണിയിലിട്ടു പാലിച്ചു കൊള്ളുകയെന്നു രാഘവനരുൾ ചെയ്തു. പുഷ്പകവിമാനത്തെ സ്മരിച്ചാനതു നേരം അപ്പോഴേ വന്നു നിന്നു വന്ദിച്ചു വിമാനവും. ചാവബാണാദികളും ധരിച്ചു രഘുവീരൻ ശോഭയേറിയിടും വിമാനോപരി കരേറിപ്പോയി. ദിക്കുകൾ മൂന്നെങ്കിലും അധർമ്മം കാണാഞ്ഞുടൻ തെക്കുദിക്കിനു ചെന്ന നേരത്തു കാണായി വന്നു. ചലനം കൂടാതെ കണ്ടരണ്യം തന്നിൽ നിജതലയും കീഴായി തൂങ്ങി തപസ്സു ചെയ്തിടുമ്പോൾ, ഒരുത്തൻ അവനോട് ചോദിച്ചു രഘുവരൻ, ഉരത്ത തപോബലമുള്ളവനാരു നീയും? എന്തു കൽപ്പിച്ചിങ്ങനെ തപസ്സു ചെയ്തിടുന്നു? ചിന്തിതം എന്തെന്നതു മുര ചെയ്യണം ഭവാൻ. എന്നതു കേട്ട നേരം അവനും തെരുതരെ വന്ദിച്ചു ചൊല്ലിടിനാൻ തന്നെ പരമാർത്ഥം. ശംഭൂകനെന്നു നാമമായൊരു ശൂദ്രനഹം സംവിദ്രൂപത്തെ ധ്യാനിച്ചാകുന്നു തപസ്സു മേ. മോക്ഷം വന്നിടുവതിനാഗ്രഹിച്ചറിഞ്ഞാലും സാക്ഷാൽ നിൻ തിരുവടി നൽകണമാശുമാർഗം. അന്നേരം വാളാൽ തലവെട്ടി നിഗ്രഹിച്ചതു വന്നിതു ശംഭൂകനു തന്നെ മനോരഥം. ഭൂദേവകുമാരനും ജീവിച്ചാനതു നേരം ആതിഥേയന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ. ദേവേന്ദ്രൻ അനുജ്ഞയും കൊടുത്തു ചൊല്ലിടിനാൻ, പോവതിനൂഴറുന്നു ഞങ്ങളെന്നറിക നീ. കുംഭസംഭവനാകും അഗസ്ത്യതബോധനൻ സംപ്രീതി മഹാ നിയമം തുടങ്ങിനാനതും. 12 കാലം കൂടുന്നതിന്നു തന്നെ
സന്തുഷ്ടന്മാരായതു ഞങ്ങളും. അതിനാലേ അവിടെ പോകേണമെന്നതിനാൽ ഉഴറുന്നു നൃവര ശിഖാമണി, നീ കൂടെ പോന്നിടുക. കല്യാണാലയനാകും അഗസ്ത്യൻ തന്നെ കണ്ടാൽ നല്ലതു വന്നുകൂടും നിനക്കു നരപതേ. ശക്രനുമൊക്കത്തക്ക പോകുന്നു ചൊന്ന നേരം പുഷ്കരതനയനും പുഷ്പകമേറിയിടിനാൻ. ദേവകളോടും അഗസ്ത്യാശ്രമം പുക്കിയിടിനാൻ. ദേവേന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രനും. നാഗലോകവും പുക്കാൻ ദേവകളതു കാലം രാഘവനഗസ്ത്യന് നമസ്കാരവും ചെയ്താൻ. എത്രയും നന്നായിതു വന്നതെന്നരുൾ ചെയ്തു ഭക്തി കൈക്കൊണ്ടു പൂജിച്ചിടിനാൻ മുനീന്ദ്രനും. വിപ്രസന്താപം തീർപ്പാൻ ശംഭൂകൻ തന്നെ കൊന്നു പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ടവയെല്ലാം ഭർത്താരി പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചിതു ചിത്തത്തിൽ. സദാകാലം കാണുന്നേൻ ഭവാനെ ഞാൻ. എത്രയും സുഖം വന്നു കണ്ടതിനാലേ പുനരത്രൈവ വസിക്കണം ഞാനുമായിന്നു ഭവാൻ. സൽപുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ. പുഷ്പകമേറി നാളെ പൊയ്ക്കൊള്ളാം പുലർകാലെ. ഇത്തരമരുൾ ചെയ്തു പിൽപ്പാട് ചൊന്നു മുനി, ചിത്രമായിരിപ്പോരാഭരണം കണ്ടാലും നീ. വിശ്വവിസ്മയകരം എത്രയും മനോഹരം വിശ്വകർമാവു തന്നെ നിർമ്മിച്ചതെന്നു നൂനം. ഈ ത്രിഭുവനത്തിങ്കലിതിനെ ധരിപ്പാനും ഉത്തമ പുരുഷന്മാർ മറ്റാരുമില്ല നൂനം. നിനക്കു തന്നിടണമെന്നു ഞാൻ മനക്കാമ്പിൽ നിനക്കു വസിക്കുമ്പോൾ വന്നിതു ഭവാനപ്പോൾ എന്നരുൾ ചെയ്തു കൊടുത്തിടിനാൻ മുനീന്ദ്രനും. വന്ദിച്ചു വാങ്ങിയിടിനാൻ മാനവശ്രേഷ്ഠൻ ദാനം. നിന്തിരുവടിക്കിതു തന്നതാരെന്നുമെനിക്കാന്തരാത്മനി ധരിച്ചിടുവാനുണ്ടാഗ്രഹം. സുദേവചരിതം. എങ്കിലോ കേട്ടാലും നീ ഞാനിഹ ത്രേതായുഗേ ശങ്ക കൂടാതെ ചെന്നേൻ ദണ്ഡകവനത്തിങ്കൽ. കാണായി വനമധ്യേ നിർമ്മല തടാകവും ഊനം കൂടാതെയൊരു ശവവും കണ്ടേനതിൽ. ഞാനൊരു മുഹൂർത്തമാത്രം തത്ര നിൽക്കുന്നേരം കാണായിതാകാശാന്തേ ശോഭിച്ച വിമാനവും. തത്രൈവ വിഭീഷണഭൂഷിത ശരീരനായി സിദ്ധഗന്ധർവ ദിവ്യന്മാരാൽ സേവിതനായി. ആലവട്ടവും വെൺചാമരവും ദേവസ്ത്രീകളാലസ്യം തീരുമാറു മന്ദമായി വീശുന്നതും വെൺകൊറ്റ കൂടുതൻ കീഴത്രയും സുന്ദരനായി പങ്കജശരസമാനായൊരു പുരുഷനെ കണ്ടു ഞാൻ നിൽക്കുന്നേരം. പൊയ്കയിലിഴഞ്ഞിതും കണ്ടൊരു ശവം തിന്നു ദേഹശുദ്ധിയും ചെയ്താൻ. ഞാനതു കണ്ടു ചോദിച്ചിടിനേൻ അവനോട്, മാനുഷശവമിതു ഭക്ഷിക്കയില്ലാരുമേ, എന്തൊരു കഷ്ടം ഭവാൻ ദേവസന്നിവനെന്നാൽ എന്തു കാരണം ശവം ഭക്ഷിപ്പാൻ ചൊല്ലിടണം എന്നതു കേട്ടു പറഞ്ഞിടിനാൻ എന്നോടവൻ. മന്നവൻ സുദേവനെന്നുണ്ടായാൻ വൈദർഭകൻ നന്ദനന്മാരായവൻ ഇരുവരുണ്ടായി വന്നു. മുന്നേറ്റവൻ ശ്വേതനഖമനുജൻ സുരധനും. ജനകൻ മരിച്ച ശേഷം നൃപനായി വന്നേൻ ഞാൻ. മനസ്സി നിരൂപിച്ചേൻ ചില നാൾ കഴിഞ്ഞപ്പോൾ. നൃപത്വം കൊണ്ടു കാര്യമില്ലെനിക്കിനി ഏതും. തപസ്സു ചെയ്തു ഗതി വരുത്തിക്കൊള്ളുക നല്ലോ.
എന്നു കൽപ്പിച്ചു രാജ്യം വാഴിച്ചു സുരഥനെ. വന്നു ഞാൻ ഇപ്പൊയ്കതൻ തീരത്തു പൊക്കിയിടിനേൻ. സൽഗതി വരുവാനായി തപസ്സും ചെയ്തേൻ ചിരം. സ്വർഗവും പൊക്കിയിടിനേൻ അക്കാലം വിധിവശാൽ. സ്വർഗഭോഗങ്ങൾ അനുഭവിച്ചു വാഴും കാലം. ദുഃഖവും മുഴുത്തിതാഹാരമില്ലായ്ക മൂലം. ക്ഷുത്പിപാസാദികൾ കൊണ്ടെത്രയും ദുഃഖിച്ചു ഞാൻ അബ്ജസംഭവനോടു ചെന്നു ചോദിച്ചുകൊണ്ടേൻ. സ്വർഗലോകത്തിങ്കലാഹാരമില്ലായ്വാൻ മുന്നം ദുഷ്കർമ്മം ചെയ്തതെന്തെന്നറിഞ്ഞതില്ലയല്ലോ. ആഹാരമെനിക്കെന്തെന്നരുളി ചെയ്തിടണം. ദേഹി ഭോജനം മമ കാരുണ്യവാരാനിധേ. എന്നതു കേട്ടു വിധാതാവരുൾ ചെയ്തിടിനാൻ. അന്നദാനം നീ ആർക്കും ചെയ്യാതെ നിന്റെ ദേഹം തന്നെ നീ ഭരിച്ചതു കൊണ്ടിങ്ങില്ലാരവും. ഇന്നു പൈതാഹമുണ്ടാവാനതു തന്നെ മൂലം. നിന്നുടെ ശവമുണ്ട് പൊയ്കയിൽ കിടക്കുന്നു തിന്നാലും അതു തന്നെ നിത്യവും ഇനി ഭവാൻ. എത്രയും സ്വാദുകരമായിരിക്കയും ചെയ്യും. നിത്യവും തിന്നും തോറും നാശവും വരായല്ലോ. അഗസ്ത്യമുനീന്ദ്രനെ കാൺമോളം തിൻകശവം. അകൃത്യമിതു മതിയെന്നവൻ വിലക്കിയിടും എന്നരുൾ ചെയ്തു ദാതാവതിനാൽ അനേകം നാൾ തിന്നേൻ ഞാൻ മമശവം ഇന്നയോളവും വിഭോ. നിൻ തിരുവടി തന്നെ കുംഭസംഭവനെന്നു ചിന്തിച്ചിടിനേനിനി മറ്റൊരാശ്രയമില്ല എന്നരുൾ ചെയ്തു മമ തന്നാനാഭരണമിതന്നു തൊട്ടുടനത്ര മറഞ്ഞു ശവമതും. നിർമ്മലൻ വിമാനവുമേറിപ്പോയി സ്വർഗം പുക്കാൻ. ധർമാധർമ്മങ്ങളറിഞ്ഞിടുവാൻ പണിയല്ലോ. മാനുഷമൃഗപക്ഷിജാതികൾ ആരുമില്ല. കാനനമതു 100 യോജന വിസ്താരവും. കണ്ടു ഞാൻ നിൽക്കുന്നേരം തന്ന ഭൂഷണമിതുകൊണ്ടലങ്കരിക്കുന്നു കൊടുത്തു മുനീന്ദ്രനും. മാനവഹീരനതു കേട്ടു ചോദിച്ചിടിനാൻ. കാനനമതിലൊരു ജന്തുക്കളില്ലാഞ്ഞതിൻ കാരണമെന്നോടരുൾ ചെയ്യണം. എന്ന നേരം ശ്രീരാമൻ തന്നോടഗസ്ത്യനറിയിച്ചാൻ. ദണ്ഡരാജൻ്റെ ചരിത്രം. അർക്കവംശത്തിൽ മുന്നം ഇക്ഷ്വാകുമഹീപതി മുഖ്യനായുണ്ടായി വന്നാൻ. അവനു തനയന്മാരുണ്ടായാർ 100 ജനം. അവരിൽ ഇളയവൻ ദണ്ണനെന്നറിഞ്ഞാലും അവനു മേലിലൊരു ദണ്ണമുണ്ടായി വന്നിടുമെന്നതു മുന്നേ തന്നെ പണ്ഡിതനായ താതനറിഞ്ഞു വഴിപോലെ. വിന്ധ്യാസാനുനി ശതയോജന വിസ്താരത്തിൽ ബന്ധുരമായിട്ടൊരു രാജ്യവും തീർത്താനല്ലോ. തത്രൈവ വാഴിച്ചിതു ദണ്ഡനൻ ജനകനും. നിത്യസൗഖ്യേന വാണാൻ ശക്രനെ ഗുരുവാക്കി. പല നാൾ ചെന്ന കാലം ഒരു നാൾ ചൈത്രമാസി. ബലവാൻ ശുക്രൻ തന്നെ കണ്ടു വന്ദിപ്പാൻ പോയാൻ. പർണശാലാന്തേ വിളയാടി നിന്നിടുന്നൊരു കന്യക തന്നെ കണ്ടു കാമപീഡിതനായാൻ. കന്യകയോട് നിജകാംക്ഷിതം പറഞ്ഞപ്പോൾ കന്യകതാനും ചൊന്നളവധർമ്മം ചൊല്ലായക നീ. എന്നുടെ ജനകനെ പ്രാർത്ഥിച്ചാൽ നിനക്കവൻ തന്നിടുമെന്നെ. എന്നാലില്ല വൈഷമ്യമേതും. അന്യായ കർമ്മം അതു കൂടാതെ കാട്ടിയിടുകിൽ നിന്നെയും മുടിച്ചിടുമെന്നുടെ താതന്നൂനം. എന്നു കന്യക ചൊന്നതാതറിയാതെ ബലാൽ കന്യക തന്നെ പിടിച്ചു പരോധവും ചെയ്താൻ. പിന്നെ തൻ പുരത്തിനു വേഗേന നടകൊണ്ടാൻ. കന്യക വിഷണ്ണയായ ആശ്രമോപാന്തേ നിന്നാൾ. വ്യാകുലം പൂണ്ടു നിൽക്കും പുത്രിയെ കണ്ടു ശുക്രൻ ശോകരോഷേണ പറഞ്ഞിടിനാനതു നേരം. ദണ്ണനും പടയും ഭണ്ഡാരവും നാടും വീടും വെണ്ണീരായി പോക പൊടി ഭക്ഷിച്ചേഴുദിനം. വാപികാതീരസ്ഥലേ വാഴുക മകളെ നീ. താപവുമുണ്ടായി വരാ പൊടി വർഷത്താലേതും
നാട്ടിൽ വാണിയിടും ദ്വിജതാപസന്മാരെയെല്ലാം നാട്ടിൻ പുറത്തൊരു ദേശത്ത് വസിപ്പിച്ചാൻ. താനും നാട്ടിനു പുറത്താമാറു വാങ്ങിക്കൊണ്ടാൻ. വാനവർഗോനും പൊടി വർഷിച്ചിടിനാനല്ലോ. നഷ്ടമായി ചമഞ്ഞിതു ദണ്ഡനും നാടുമെല്ലാം. പെട്ടെന്നു വനമായി ചമഞ്ഞു ദണ്ഡരാജ്യം. ദണ്ഡകവനമെന്നു ചൊല്ലുന്നതതിന്മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം. ചൊല്ലുന്നു ജനസ്ഥാനമെന്നതു ധരിച്ചാലും ചൊല്ലിനേൻ ദണ്ണനുടെ വൃത്താന്തമഖിലവും. സന്ധ്യാവന്ദനത്തിനു കാലവും അടുത്തിതു സന്തോഷം കൊണ്ടു കാലം പോയതും ഓർത്തില്ലല്ലോ. ഫലമൂലാദികളും ഭുജിച്ചു രാത്രോ മുനി പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ഡോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനം ചെയ്തു പാർത്ഥിവനഗസ്ത്യ പാദാംബുജം വണങ്ങിനാൻ. യാത്രയും അയപ്പിച്ചു പുഷ്പകം കരയേറി പേർത്തു വന്നയോധ്യ പുക്കിടിനാൻ നിർവേന്ദ്രനും. അശ്വമേധ മാഹാത്മ്യം. കൈകേയി പുത്രനെയും സുമിത്രാസുതനെയും വൈകാതെ താൻ പോയ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യന്മാരാകും അനുജന്മാരോടവനീശൻ പിന്നെയും ഗാഠഗാഠം പുണർന്നു ചൊല്ലിടിനാൻ. നിങ്ങളെന്നാത്മാവായതില്ല സംശയമേതും. നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യവും പാലിക്കുന്നേൻ. ഉണ്ടൊരു യാഗം ചെയ്യുവാൻ ആഗ്രഹം, അതു നിങ്ങൾ ഖണ്ഡിച്ചു ചൊല്ലിയിടുവിൻ സാധ്യാസാധ്യവുമെല്ലാം. മിത്രനും വരുണനും ചന്ദ്രനും വിത്തേശനും എത്രയും ലോകോത്തമന്മാരായാർ കർമ്മം ചെയ്തു നിന്തിരുവടി ചിന്തിച്ചാലൊരു യാഗം ചെയ്യുവാൻ എന്തൊരു ദണ്ണമെന്നു ഭരതനുര ചെയ്താൻ. യാഗം ചെയ്തിടുന്നാകിൽ അശ്വമേധം ചെയ്യണം. യാഗങ്ങളെല്ലാത്തിലും ഉത്തമം അശ്വമേധം എന്നു സൗമിത്രി രഘുനാഥനോടുര ചെയ്താൻ. പിന്നെ മറ്റതിനൊരു കഥയും ഉര ചെയ്താൻ. മുന്നമുണ്ടായിതൊരു ദൈത്യേന്ദ്രൻ വൃത്രാഭിധൻ 300 യോജനയുണ്ടുന്നതൻ. ഉടലതിൻ വണ്ണവും 3 കണ്ടോളം ഭയങ്കരൻ. ദണ്ഡമെന്നിയെ ശത്രുവിജയം ലഭിപ്പാനായി ഉഗ്രമാം വണ്ണമവൻ തപസ്സു തുടങ്ങിനാൻ. വ്യഗ്രിച്ചു മറഞ്ഞിതു വാസവനതിനാലേ ത്രൈലോക്യമടക്കുവാൻ തപസ്സെന്നോർത്തു ശക്രൻ. പാലാഴിപൂക്ക് പത്മനാഭനെ സ്തുതി ചെയ്താൻ. യോഗനിദ്രയും ഉണർന്നരുളി ചെയ്തു നാഥൻ. ലോകനായകനെന്ത്യ സങ്കടമെന്നീ വണ്ണം വൃത്രനാമസുരനെ നിഗ്രഹിച്ചമരന്മാർ കത്തൽ തീർത്തരുളെന്നു ദേവേന്ദ്രൻ ഉണർത്തിച്ചാൻ. ഭക്തനാം അവനെ ഞാൻ കൊൽകയില്ലെൻ്റെ ശക്തിയാ. യുദ്ധം ചെയ്ത അസുരനെ നിഗ്രഹിച്ചാലും ഭവാൻ. താപസനായ ദധീചി തന്നോടസ്ഥി വാങ്ങി ശോഭിച്ച വജ്രം വിശ്വകർമ്മണ തീർപ്പിക്ക നീ. വജ്രം കൊണ്ട് അസുരനെ നിഗ്രഹിക്കുകയും ചെയ്യാം. വിജ്വരനായി സ്വർഗം പുക്കു വാഴുക ഭവാൻ. ഇന്ദ്രനോടേവമരുൾ ചെയ്തയച്ചോരു ശേഷം ഇന്ദിരാപതിയോഗ നിദ്രയും തുടങ്ങിനാൻ. വൃത്രനെ നാരായണനരുൾ ചെയ്തതുപോലെ സുത്രമായുദ്ധം ചെയ്തു നിഗ്രഹിക്കുകയും ചെയ്താൻ. നിത്യവും ബ്രഹ്മഹത്യാപാപത്താൽ മഹേന്ദ്രനും നിദ്രാഹാരാദികളും വശമല്ലാതെയായി വൃന്ദാരകന്മാർ മുനിമാരുമായോർത്തു കൽപ്പിച്ചിന്ദ്രനെ കൊണ്ടു വാജിമേധവും ചെയ്യിപ്പിച്ചാർ. നാരികൾ രജസ്വലയായിരിക്കുന്നിടത്തും നീരിലെ നുരയിലും ബ്രഹ്മഘാതകങ്കലും ചൂതു സന്തതം പൊരുതീടിന നരങ്കലും പാതകം 4 പകുത്തു നൽകിയിടിനാൻ. ഇന്ദ്രനും
വിശുദ്ധമായി വന്നിതു സുരലോകം നന്നേറ്റമശ്വമേധം മറ്റുള്ള യാഗങ്ങളിൽ. സുമിത്രാത്മജവാക്യം കേട്ട രാഘവൻ ചൊന്നാൻ, അമിത്രാന്തകനായ കർദമമപുത്രീ സുതൻ. സൂര്യസോമാന്വയങ്ങൾ രണ്ടിനും ആദ്യനായോരാര്യനാമിളൻ, ഭൂമി പാലിച്ചു വാഴും കാലം മൃഗയാവിവശനായി ചെന്നിളാവൃതം പുക്കാൻ. മൃഗശാപാക്ഷികളായി ചമഞ്ഞു പുരുഷന്മാർ, നൃപതിതാനും ഒരു വ്യനിതയായാനല്ലോ വിപിനാന്തരങ്ങളിൽ സഞ്ചരിച്ചിടും നേരം. ബുധനും കണ്ടു നിജഭവാനെ വച്ചുകൊണ്ടു ശിതികണ്ഠനെ സ്തുതിച്ചളവു ജഗന്നാഥൻ. പ്രത്യക്ഷനായി ചൊന്നാനെന്നാലെ സാധ്യമല്ല, ഭക്ത്യാ പാർവതി തന്നെ സേവിച്ചേ ഫലം വരൂ എന്നരുൾ ചെയ്ത ശേഷം ഈശ്വരി തന്നെ ചെന്നു വന്ദിച്ചു സേവിച്ചപ്പോൾ അരുളി ചെയ്തു ദേവി, ഞാനിഹ പാതി വരം തരുവൻ മഹാദേവൻ താൻ അനുഗ്രഹിക്കണം, പാതിയുമെന്നേ വരൂ. നാരിയായൊരു മാസം കഴിഞ്ഞാൽ പിന്നെ മാസം പുരുഷനായേ വാഴുക, പിന്നെ മാനിനിയായും. ഇങ്ങനെ മാസം പ്രതി കലർന്നു വാഴും കാലം അങ്കനയായി വാഴുന്നാളുള്ളൊരവസ്ഥകളൊന്നും പുരുഷനായി വാഴുന്നാൾ തോന്നുകയില്ല താനും. വരവുമേവം കൊടുത്തിടിനാൾ ഭഗവതി, ഗർഭവുമുണ്ടായി വന്നു ബുധബീജത്താൽ. അപ്പോൾ അർവകൻ പുരൂരവാവുണ്ടായാൽ പ്രസിദ്ധനായി സോമവംശത്തിങ്കലേക്കാദിരാജാവും അവൻ. ഭൂമിയും വാനോർ നാടുമടക്കി വാണാനല്ലോ സോമനന്ദനൻ. പിന്നെ പർവ്വതാദികളായ മാമുനിമാരെയൊക്കെ വരുത്തി ചൊല്ലിടിനാൻ, ശങ്കരശാപത്തിനാലിളനാം നൃപേന്ദ്രനും സങ്കടമുണ്ടായതു തീർക്കണം നിങ്ങളെന്നു മേദിനീശ്വരനെ കൊണ്ട് അശ്വമേധം ചെയ്യിച്ചു. ഭൂദേശപ്രസാദവും വരുത്തി മുനീന്ദ്രന്മാർ ആശുഭൂപതിക്കു മോക്ഷം കൊടുത്തരുളിനാരീശനും പ്രസാദിച്ചു വരവും നൽകിയിടിനാൻ. ഭൂപതിയവ ഹൃദസ്നാനവും കഴിച്ചിതു താപസന്മാരും പ്രീതി പൂണ്ടെഴുന്നള്ളിടിനാർ. എത്രയും മഹത്വമുണ്ടശ്വമേധത്തിനെന്നു പ്രതീശൻ താനും അനുജന്മാരോടരുളി ചെയ്തു.